വാക്യമാണ്. 21-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം വായിക്കാം. 21:36. ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ചത് മുഴുവനും കൂടി ആ ഒരു സെൻറ്റൻസിനകത്തുണ്ട്. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? സദാകാലവും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉണർവോടെ. അപ്പം സദാകാലവും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുവീൻ എന്നാണ് കർത്താവ്. ഇതിനേക്കാൾ ഭംഗിയായിട്ടത് പറയാൻ പറ്റുകയില്ല. യേശു കർത്താവാണ് ഏറ്റവും നല്ല ടീച്ചർ. അദ്ദേഹം പറഞ്ഞു, യു പ്രേ ഓൾവേസ് ബി അലേർട്ട് ഇൻ പ്രെയർ. പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, സദാകാലവും പ്രാർത്ഥിക്കണം, എപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന ആളുകൾ. പിന്നെ പൗലോസ് അത് വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുക, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക, ഏത് നേരത്തും സകല പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് അത്യാവശ്യമാണ്. യേശുവിന് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. നമ്മുടെ ലെസണിലേക്ക് വരാം. ഇത് ഞാൻ ലെസണിനൊരു മുഖവുര പറഞ്ഞതാണ്. ലെസണിൽ ഇപ്പോഴും കയറിയിട്ടില്ല കേട്ടോ. ലെസൺ യോഹന്നാൻ 17-ാം അധ്യായം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ എത്തിയിരുന്നു. ഇപ്പോഴാണ് ചിലർക്കൊക്കെ ഒരു സമാധാനമായത്, ക്ലാസ്സിലെത്തിയല്ലോ. പക്ഷേ ക്ലാസ്സിലെത്തുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. അപ്പോൾ യേശു ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിലേക്ക് എത്തിയത് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് എടുത്തു ചാടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതല്ല എന്ന് നിങ്ങൾ അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫ്ലാഷ് ബാക്ക് തന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്തുണ്ടായിരുന്നു? ഒരു പ്രാർത്ഥന ചര്യ. ഇതൊരു ചര്യയായിരുന്നു. അതൊരു സ്ഥിരം നടന്നുകൊണ്ടിരുന്നൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫൈനൽ പ്രെയർ. ഈ ഫൈനൽ പ്രെയറിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലതൊക്കെ നമുക്ക് വേണമെങ്കിൽ കമ്പി വാചകങ്ങളാക്കി ചുരുക്കി വിടാം. നിങ്ങൾ സംതൃപ്തരാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. So when Jesus stands for prayer, he is aware of something. യേശു പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ യേശുവിന് ഒരു കാര്യത്തെക്കുറിച്ച് നല്ല അവബോധമുണ്ട്. നീ സകല ജഡത്തിൻ്റെ മേലും എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. കണ്ടോ? 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ദി അവെയർനെസ് ദാറ്റ് ജീസസ് ഹാഡ് വൈൽ ഹി വാസ് സ്റ്റാൻഡിങ് ഫോർ പ്രെയർ. പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവബോധം എന്താണ്? നീ സകല ജഡത്തിൻ്റെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. നമുക്ക് ഈ ഒരു അവബോധം വേണം കേട്ടോ. എല്ലാ ജഡത്തിൻ്റെ മേലും അധികാരമുള്ളത് ആരാണ്? യേശുവാണ്, ദൈവമാണ്. അവൻ്റെ അധികാരത്തിലാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, therefore you go എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ആളുകളെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആളുകളെ സ്വാധീനിക്കുന്ന ആളുകളായിട്ട് നമ്മൾ നടക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സകല ജഡവും സർവ്വരോഗവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അത് ദൈവം ചെറിയ പെർമിഷൻ കൊടുത്തേക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ മേലെല്ലാം പരമാധികാരം നമ്മളുടെ ദൈവത്തിനാണ്. ദൈവത്തിനാണ് ഈ സകല ജഡത്തിൻ്റെ മേലും അധികാരം. ആ അധികാരത്തിൽ നിന്ന് അവൻ നമ്മളെയും അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. ഡു യു ബിലീവ് ദാറ്റ്? അതുകൊണ്ടാണ് ഈ കാര്യമൊക്കെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സകല ജഡത്തിൻ്റെ ഇനി ചില വാക്യങ്ങൾ കൂടി നമ്മൾ വായിക്കുകയാണെങ്കിൽ ദൈവം യേശുവിന് നൽകിയ അധികാരം എന്താണെന്നുള്ളത് ഒന്നുകൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരും. മാത്യു 11:27. ഇവിടെ നമുക്ക് തിരിച്ചതിലേക്ക് വരണം. മത്തായി 11:27. മത്തായി സുവിശേഷം 11 എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഒന്നും എന്നെ ഏൽപ്പിക്കാതെ വിട്ടിട്ടില്ല എന്ന് പിടികിട്ടുന്നുണ്ടോ? 11:27. മത്തായി 11:27. എൻ്റെ പിതാവ് സകലവും, അത് മതി, എല്ലാം യേശുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ പിതാവിനെ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് താഴെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര കുസ്തി പിടിച്ചാലും കാര്യമില്ല, ഈ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വരണമെന്ന്. പിതാവ് എങ്കൽ സകലവും ഭരമേൽപ്പിച്ചിരിക്കുന്നു, സകല ജഡത്തിൻ്റെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. ഈ സകലത്തിൻ്റെയും ഉടയവൻ ആരാണ്? യേശുവാണ്, ദൈവമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. യോഹന്നാനിലേക്ക് മടങ്ങി വരാം. 3:35. യോഹന്നാൻ 3:35.
സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് കൊണ്ട് സകലവും, എവ്രിതിങ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ്, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു അറിവ് നമുക്ക് വേണം. യേശു പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഈ അറിവോടുകൂടിയാണ് നിൽക്കുന്നത്. സകലവും നീ എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സകലവും അവൻ്റെ കാൽ കീഴാക്കിയെന്നാണ്. സകലവും, ഈ ലോകത്തിലുള്ള എല്ലാം ദൈവം ആരുടെ കാൽ കീഴാക്കിയിരിക്കുന്നു? യേശുവിൻ്റെ കാൽ കീഴ്. അതുകൊണ്ടാണ് അവൻ്റെ നാമം സ്വർലോകത്തിലോ ഭൂലോകത്തിലോ അധോലോകത്തിലോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ എന്തൊക്കെ ആയിക്കോട്ടെ എല്ലാ നാമത്തിലും മേലാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ടാണ് പാട്ടുണ്ടല്ലോ, ശ്രീയേശു നാമം എല്ലാ നാമത്തിലും മേലായ നാമം. അപ്പോൾ എല്ലാ അധികാരങ്ങൾക്കും മുകളിലുള്ള, രാജാക്കന്മാരുടെ അധികാരത്തെക്കാൾ ഉന്നതമായ ഒരു അധികാരത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കർത്താവായ യേശു. 17-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്നാൽ 6, 9, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ 17-ന്റെ 6, 9, 24 എനിക്ക് തന്നിട്ടുള്ളവർ. യോഹന്നാൻ 17-ന്റെ 6-ാം വാക്യം, 9-ാം വാക്യം, 24-ാം വാക്യം. ഈ പ്രയോഗം മാത്രം നോക്കിയാൽ മതി. നീ എനിക്ക് തന്നിട്ടുള്ളവർ. 6 കണ്ടല്ലോ, 9 വായിച്ചേ. നീ എനിക്ക് തന്നിട്ടുള്ളവർ. 24-ാം വാക്യം. നീ എനിക്ക് നൽകിയ. കണ്ടോ, ഇത് പിതാവ് പുത്രന് എന്ത് ചെയ്തിരിക്കുകയാണ്? നൽകിയിരിക്കുകയാണ്. ആ അവബോധം യേശുവിനുണ്ട്. എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്. അപ്പം ആളുകളെയൊക്കെ യേശുവിന് ദൈവം എന്ത് ചെയ്തേക്കുക? കൊടുത്തേക്കുക. എല്ലാവരെയും അതുകൊണ്ട് യേശുവിന് വിധേയപ്പെടാത്തവരാരുമില്ല. ഈ ഒരു അവബോധം നമുക്ക് വേണം. പിതാവ് സകലതും പുത്രൻ്റെ കാൽക്കീഴ് ആക്കി വെച്ചിരിക്കുന്നു. വായി എന്തിന്? നമുക്ക് 17-ന്റെ 2 മടങ്ങി വരാം. 17-ന്റെ 2 മടങ്ങി വരാം. അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ഹി ഓൺലി ക്യാൻ ഗിവ് ഇറ്റേണൽ ലൈഫ്. ഈ കാര്യം മനസ്സിലായോ? എല്ലാവരെയും കീഴ്പ്പെടുത്തി യേശുവിൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓൺലി ജീസസ് ക്യാൻ ഗിവ് ഇറ്റേണൽ ലൈഫ്. യേശുവിന് മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? വേറെ ആർക്കെങ്കിലും നിത്യജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ആർക്കും നിത്യജീവൻ ഇല്ലല്ലോ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനല്ലാതെ ആർക്കാണ് ജീവൻ്റെ മേൽ അധികാരമുള്ളത്? മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോൽ അവൻ്റെ കയ്യിലായിരിക്കുന്നത്. അവനാണ് നിത്യജീവനെ കൊടുക്കുന്നത്. ഈ നിത്യജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം സകല ജഡത്തിൻ്റെ മേലും യേശുവിന് ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? എന്താണ് നിത്യജീവൻ? 3-ാം വാക്യം. ഏകസത്യ ദൈവമായ നിന്നെയും യേശുവിനെയും പിതാവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. നമ്മൾ മത്തായി 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം പകുതി വായിച്ച് നിർത്തിയേക്കായിരുന്നു. അവിടേക്ക് മടങ്ങിപ്പോയാൽ അവിടെ എന്താ പറഞ്ഞത്? പിതാവ് സകലവും എങ്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് അടുത്ത സെൻറ്റൻസ് വേണ്ടത്. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവിനെ അറിയുന്ന കാര്യത്തിൽ പുത്രനൊരു വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് എന്താ? നോയിങ് ഗോഡ്, നോയിങ് ജീസസ് ആൻഡ് നോയിങ് ഇറ്റേണൽ ഫാദർ. പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇത് അറിയാൻ യേശുവിൽ കൂടി അല്ലാതെ വേറൊരു വഴിയും ഇല്ല. ഈ ഒരു നല്ല അവബോധം എനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ എനിക്ക് അറിയാമോ എന്ന്. നോയിങ് ഗോഡ് ഈസ് സാൽവേഷൻ, നോയിങ് ഗോഡ് ഇൻക്രീസിംഗ്ലി ഈസ് സാങ്ക്ടിഫിക്കേഷൻ, നോയിങ് ഗോഡ് പെർഫെക്റ്റ്ലി ഈസ് ഗ്ലോറിഫിക്കേഷൻ. സാൽവേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. നമുക്ക് രക്ഷ അല്ലെങ്കിൽ നീതീകരണം വേണം, നമുക്ക് വിശുദ്ധീകരണം വേണം, തേജസ്കരണം. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടുന്നു, അല്ലെങ്കിൽ നീതിമാന്മാരാകുന്നു, രക്ഷ പ്രാപിക്കുന്നു. ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ, അതിനാണ് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രാർത്ഥിച്ച് ദൈവത്തെ കൂടുതൽ അടുത്തറിയുമ്പോൾ നാം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി. ഒരു ഇൻറ്ററാക്ഷനാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവം ദൈവ സ്വഭാവമായിട്ട് മാറുന്നു, നാം വിശുദ്ധി ഉള്ളവരായിട്ട് മാറുന്നു. ദൈവത്തെ അറിയേണ്ടതുപോലെ പെർഫെക്റ്റായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ അവനെപ്പോലെ നിങ്ങളും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. സോ നോയിങ് ഗോഡ് ഇറ്റ്സ് നോട്ട് റിലിജിയൻ. രക്ഷ, നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു മതമല്ല, ഒരു ആചാരമല്ല, ഒരു അനുഷ്ഠാനമല്ല, കുറച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് നോയിങ് ഗോഡ്. ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്, റിലേഷൻഷിപ്പ്. ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് ഈ രക്ഷയെന്നും നീതീകരണമെന്നും നിത്യജീവനെന്നും ഒക്കെ പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ ഞാൻ ബൈബിൾ ക്ലാസ്സിന് പോയി, ഞാൻ കുറേ പ്രസംഗം കേട്ടു, ഞാൻ കുറേ നോട്ട് എഴുതിയെടുത്തു, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി നേർച്ചയിട്ടു, പള്ളിക്ക് വിറ്റ് ഉരുണ്ടു, ഇതൊന്നുമല്ല. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റേണൽ ലൈഫ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. കാരണം നിത്യജീവൻ കൊടുക്കുവാനുള്ള അധികാരം സകല ജഡത്തിൻ്റെ മേലും യേശുവിൻ്റെ മോണോപ്പൊളിയാണ്, യേശുവിൻ്റെ കുത്തകയാണ്. കാരണം അവൻ മാത്രമേ പാപത്തെയും മരണത്തെയും പിശാചിനെയും തോൽപ്പിച്ച് മാനവജാതിക്ക് ജീവൻ്റെ വഴി തുറന്നു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, അല്ലേ? ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം. നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ അടുക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ വേറെ എങ്ങോട്ട് പോകും? ജീസസ് അവനാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അവൻ സത്യദൈവവും നിത്യജീവനും. ഹീസ് ഇറ്റേണൽ ലൈഫ് ആൻഡ് നോയിങ് ഹിം ഈസ് ഇറ്റേണൽ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ അറിയുന്നതാണ്. അതുകൊണ്ട് യേശു ആ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 25-ാം വാക്യം, 17-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, 17-25. ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. യേശു പറയാണ്, ഞാൻ നിന്നെ. ഇതുപോലെ നമ്മൾ ദൈവത്തെ അറിയണം. ഐ നോ യു പേഴ്സണലി. യേശുവിനെ യേശു മനുഷ്യനായിട്ട് നമുക്കൊരു മാതൃക കാണിച്ചു തരിക. യേശു ദൈവം അല്ലേന്ന് ഇപ്പോൾ ചോദിക്കരുത്. യേശു ദൈവമാണ്. പക്ഷെ മനുഷ്യനായി വന്ന് യേശു പറയുകയാണ്, ആസ് എ മാൻ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. മനുഷ്യനായി വന്ന യേശു ഒരു മാതൃകയ്ക്ക് വേണ്ടി നമ്മളോട് പറയുകയാണ്, ഞാൻ പിതാവായ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കും എന്ത് വേണം? ദൈവത്തെ. ഞാൻ വേറൊരു വാക്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ചിലപ്പോൾ കോൺട്രാസ്റ്റ് നല്ലതാണ്, കമ്പാരിസണും കോൺട്രാസ്റ്റും. മത്തായി സുവിശേഷം 7-ാം അധ്യായം 23-ാം വാക്യം. മത്തായി 7:23 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അന്ന് ഞാൻ അവരോട്, ആരോട്? ആ നാളിൽ കുറേ പേരൊക്കെ വന്ന്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, വീര്യപ്രവൃത്തി പ്രവർത്തിച്ചു. അന്ന് ഞാൻ അവരോട്. ഇതാണ് പ്രോബ്ലം. നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെയും അറിഞ്ഞിട്ടില്ല. സോ വി നീഡ് ടു നോ ഗോഡ്. വി ക്യാൻ നോ അവർ ഗോഡ്. നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാൻ കഴിയും. നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാം, ദൈവത്തിന് നമ്മളെയും അറിയാം. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു, എങ്ങനെ അറിയാം? ദൈവം അവനെ നമ്മുടെ എല്ലാം ദൈവത്തിന് അറിയാവുന്ന എല്ലാ സീക്രട്ടും ദൈവത്തിന് അറിയാം. ഈ മനുഷ്യനെ കാണിക്കുന്ന പരിപാടിയാണോ അതോ ഉള്ളിൽ എന്തായിരിക്കുന്നത്? എവ്രിതിങ് ഗോഡ് നോസ്. ദൈവത്തിന് അറിയാൻ മേലാത്തത്. അപ്പോൾ നമ്മളെക്കുറിച്ച് എല്ലാം ദൈവത്തിനറിയാം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ റോങ് ഇംപ്രഷൻസ് ആയിരിക്കും ആളുകൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ദൈവത്തെ വേണ്ടതുപോലെ അറിയുന്നതാണ് നിത്യജീവൻ. അറിയാത്തവരെയാണ് പുറത്താക്കിയത്. അതുകൊണ്ട് നോയിങ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ആൻഡ് നോട്ട് നോയിങ് ഈസ് ഡാമിനേഷൻ. ശിക്ഷാവിധി എന്ന് പറയുന്നത് ഇത്രയുമൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടും ദൈവത്തോട് വേണ്ട പോലെ അടുത്ത്, വേണ്ട പോലെ ദൈവത്തെ അറിയാതെ പോകുന്നതാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരുപാട് ആരാധന നടത്തി, ഒരുപാട് അന്യഭാഷ പറഞ്ഞു, ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാവുന്ന പോലെ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാവോ? അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു ചോദ്യചിഹ്നം വന്ന് നിൽക്കുന്നത്. സോ യു നീഡ് ടു നോ ഗോഡ് മോർ, ഇൻക്രീസിംഗ്ലി, പെർഫെക്റ്റ്ലി. ദൈവത്തെ ഒരളവിൽ അറിഞ്ഞു കാണും. അതുകൊണ്ടാണ് യോബ് പോലും പറഞ്ഞു, അയ്യോ നിന്നെക്കുറിച്ച് ഞാൻ വിചാരിച്ച് വേറെ എല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ കുറേ വാദിച്ചൊക്കെ നോക്കി, സ്നേഹിതന്മാരും വാദിച്ച് നോക്കി. ബട്ട് ദേ കെയിം ടു എ റിയലൈസേഷൻ ദാറ്റ് ദൈവത്തെക്കുറിച്ച് ഒരു ചുക്കും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വിനയം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ പലപ്പോഴും ധരിക്കാറുണ്ട്, ദൈവം എൻ്റെ പോക്കറ്റിലാണ്, ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എനിക്കുണ്ട്. ഇല്ലില്ല, ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് മോശ പറഞ്ഞു, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഞാൻ നിന്നെ നമ്മളെപ്പോലല്ല, ഒരു സ്നേഹിതനെ പോലെ അഭിമുഖമായി സംസാരിച്ച മോശ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ എനിക്ക് അവനെ അറിയണം. ഐ വോണ്ട് ടു നോ ഹിം. അപ്പം ദൈവത്തെ അറിഞ്ഞ ആളുകളുടെയൊക്കെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇൻക്രീസിംഗ്ലി മോർ. ഇത്രയും പോരാ, ഇനിയും എനിക്ക് അവനെ അറിയണം. ഐ വോണ്ട് ടു നോ ഹിം ബെറ്റർ. ഐ വോണ്ട് നോ ഹിം മോർ. എനിക്ക് അവനെ ഇനിയും അറിയണം. അങ്ങനെ ഇൻക്രീസിംഗ്ലി നിങ്ങൾ അറിയുമ്പോഴാണ് യു വിൽ ബി സാങ്ക്ടിഫൈഡ്. അതിനുവേണ്ടി ഒരു പ്രത്യേകിച്ച് പരിശ്രമമൊന്നും നടത്തണ്ട. നിങ്ങൾ അവനെ കൂടുതൽ അടുത്തറിഞ്ഞാൽ, അവനോട് അടുത്തിരുന്നാൽ അറിയാതെ നിങ്ങൾ വിശുദ്ധന്മാരായി പോകും. അവൻ്റെ സ്വഭാവം നിങ്ങളിലേക്ക് വന്നു പോകും. നമ്മൾ ആരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നോ അവരുടെ സ്വഭാവം അറിയാതെ നമ്മുടെ ഇൻറ്റഗ്രേഷൻ ഓഫ് ക്യാരക്ടർ എന്ന് ടെക്നിക്കലി പറയാം അതിന്. അതുകൊണ്ടല്ലേ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ എന്ത് പറയും? മോനെ കൂട്ടുകെട്ട്. നിങ്ങളാരും പിള്ളേരെ വളർത്തിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല എന്ന് തോന്നുന്നു. കൂട്ടുകാരെയൊക്കെ സൂക്ഷിക്കണം. നല്ല കൂട്ടുകെട്ടല്ലെങ്കിൽ
നല്ല കുട്ടിയോട്ടെങ്കിൽ എന്താ കുഴപ്പം? നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഇല്ലയെന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിലങ്ങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ? 4 ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത്, നല്ല ഡോസ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് നന്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ശക്തിപ്പെടുത്തി അങ്ങ് വിട്ടാൽ പോരെ? സാറ് ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നതെന്ന് നിങ്ങളൊക്കെ എങ്ങനെ ചോദിക്കുന്നിരിക്കുന്നത് എനിക്ക് കാണാം. അതുകൊണ്ട് ആ ശക്തിപ്പെടുത്തലുകൊണ്ട് ഒന്നും പിയർ പ്രഷർ എന്നൊക്കെ പറയും. അവരുടെ പ്രായത്തിൻ്റെ സമ്മർദ്ദമൊക്കെ അവരുടെ മുകളിലേക്ക് വരുമ്പം ഈ പഠിപ്പിച്ച് വിട്ടതൊക്കെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നോളാമെന്ന്, എപ്പോഴും നിങ്ങളെ നോക്കാനായിട്ട്. ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു, ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂടെ ആക്കാം എന്നൊക്കെ ദൈവം പറഞ്ഞത് നമ്മുടെ ഈ ബലഹീനതയൊക്കെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വി നീഡ് ടു നോ ഹിം മോർ. എനിക്ക് അവനെ ഇനിയും അറിയണം. അറിയേണ്ടതുപോലെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും അവനെ അറിയണം. ഈ ഒരാഗ്രഹം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് നിത്യജീവനിൽ വളർന്നു വരാനായിട്ട് സാധിക്കുന്നത്. ഇനി യേശുവിൻ്റെ ശുശ്രൂഷ 4-ാം വാക്യം 17-4, 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചു. എനിക്ക് തോന്നിയ പ്രവൃത്തിയൊക്കെ തികച്ചെന്നല്ല പറഞ്ഞത്. നമ്മൾ 50 കൊല്ലം ശുശ്രൂഷിച്ചാലും പറയും കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും. യേശുവിന് എത്ര കൊല്ലം ഉണ്ടായിരുന്നു? ആ 3.5 കൊല്ലം കൊണ്ട് യേശു പറയുകയാണ്, എന്നെക്കുറിച്ച് നീ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വണ്ടർഫുൾ അല്ലേ, ഞാൻ എൻ്റെ പ്രവൃത്തി നീ എനിക്ക് തന്നത് എന്നെക്കുറിച്ച് ചെയ്യാൻ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മൾ വിചാരിക്കുന്നത് ഞാനില്ലെങ്കിൽ പ്രളയം അല്ലേ, ഞാനില്ലെങ്കിൽ ഇവിടെ ഒരു മിനിസ്ട്രി നടക്കുകയില്ല, ഞാനില്ലെങ്കിൽ ഈ സഭ നടക്കുകയില്ല, ഞാനില്ലെങ്കിൽ ഈ ലോകം തന്നെ നടക്കുകയില്ല. അങ്ങനെയൊന്നുമില്ല. എന്നെയും നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വിളിയുണ്ട്, എന്നെയും നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഉണ്ടോ? അപ്പോൾ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർന്നു. ഈ ടെൻ്റൊക്കെ മടക്കി കെട്ടി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന്, അല്ലെങ്കിൽ കപ്പൽ ഇവിടുന്ന് പുറപ്പെട്ട് അടുത്ത തുറമുഖത്തേക്ക് പോകാം. ഇവിടെ പിന്നെ നങ്കൂരം അടിച്ച് കിടന്നിട്ട് വെറുതെ സമയം നമ്മൾ അവസാനം പറയും ചാകുകയില്ല, കാട്ടിലൊഴിയുകയില്ല എന്നുള്ള ഒരു ബാധ്യതയായിട്ട് മാറും. യേശു അങ്ങനെ ആർക്കും ബാധ്യതയായിരുന്നില്ല. അതുകൊണ്ടാണ് ആരാൻ്റെ ഒരു പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട്, അവൻ ആർക്കും ബാധ്യതയല്ലെന്നോ മറ്റോ. അവൻ ബാധ്യതയല്ല, കടക്കാരനല്ല, അങ്ങനെ ബാധ്യതയായിട്ടൊന്നും യേശു ഇരുന്നിട്ടില്ല. ഹി ഫുൾഫിൽഡ് ഹിസ് മിനിസ്ട്രി ആൻഡ് ഹി വെൻ്റ് അവേ. അവൻ്റെ പ്രവൃത്തി തികച്ചു പോയി അല്ലേ. യേശു ദൈവം കൊടുത്ത പ്രവൃത്തി തികയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ യേശുവിന് തോന്നിയതൊക്കെ ചെയ്യാനാണെങ്കിൽ ഇനി ചെയ്യാമായിരുന്നു. പറയാമായിരുന്നു, കർത്താവേ ഒരു എക്സ്റ്റൻഷൻ. പിതാവായ ദൈവമേ, ഞാൻ ഇത്രയും കാലമൊക്കെ ഇവിടെ ഭൂമിയിലായിരുന്നില്ല, ഒരു 2 കൊല്ലം കൂടെ പറഞ്ഞോ. ദാറ്റ് ഡിഡ് നോട്ട് നാച്ചുറലൈസ് ഹിം. യേശു 33 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നിട്ടും അവൻ ഒരു സിറ്റിസൺഷിപ്പ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചില്ല എന്ന്. നമ്മൾ 5 കൊല്ലം അമേരിക്ക താമസിച്ചാൽ സിറ്റിസൺഷിപ്പ് ചേഞ്ച് ചെയ്ത് കളയും അല്ലേ. നമുക്ക് പിന്നെ ആ പൗരത്വം കിട്ടി, 2 പൗരത്വം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് ഏതാണ്ട് കാർഡൊക്കെ ഉണ്ട്. ആ കാർഡൊക്കെ മേടിച്ച് നമ്മൾ അവിടെ ഇവിടെയും കൂടെ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നും കൂടി അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ. അതിതുവരെ അനുവദിച്ചിട്ടില്ല, നമ്മളങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബട്ട് ജീസസ് നെവർ ഗോട്ട് നാച്ചുറലൈസ്ഡ്. ഇവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ടും ഇവിടെ ഈ പ്രാർത്ഥന വായിച്ചു നോക്കിയാൽ, ഞാൻ ലൗകികനല്ല, ഐ എം നോട്ട് ഓഫ് ദിസ് വേൾഡ് അല്ലേ, ഞാൻ ലൗകികൻ അല്ല, ഇവിടെ വന്ന് എൻ്റെ ഒരു ദൗത്യം നിവർത്തിച്ചു, ഞാൻ പോയി. നമ്മളെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ അന്യരും. എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? വൈ യു ആർ ഹിയർ? ടു ഫുൾഫിൽ സം മിനിസ്ട്രി. എന്തോ ഒരു ശുശ്രൂഷ തികയ്ക്കാൻ വേണ്ടി നമ്മളെയൊക്കെ ദൈവം ഇവിടെ വിളിച്ചു വെച്ചേക്കുന്നു. അത് തികഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റണം, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു. എനിക്കതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. 8-ാം വാക്യം 17-8. എനിക്ക് തോന്നിയ പ്രസംഗമെല്ലാം പ്രസംഗിച്ചെന്നല്ല പറഞ്ഞത്. നീ എനിക്ക് തന്ന വചനം, നീ എനിക്ക് തന്ന പ്രവൃത്തി, നീ എനിക്ക് തന്ന വചനം. അണ്ടർലൈൻ ദാറ്റ്. യേശു സ്വയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഇതിവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചാൽ എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വതവേ ഒന്നും ചെയ്തിട്ടില്ല, സ്വതവേ ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ എന്നതാ പറഞ്ഞത്? എന്നതാ? നീ എനിക്ക് തന്ന വചനം. ഞാൻ ചെയ്തതെന്താ? നീ എനിക്ക് തന്ന. ഇതാണ് മിനിസ്ട്രി. യേശുവിൻ്റെ മിനിസ്ട്രി ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയും ഇതായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? സ്വാധീനിക്കാൻ പറ്റാത്തത് ഇപ്പം നമുക്ക് തോന്നിയ പ്രവൃത്തിയും നമുക്ക് തോന്നിയ വചനമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ടേക്ക് നോട്ട്. നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. സോ മേക്ക് ഷുവർ ദാറ്റ് വാട്ട് യു ഗിവ് ഈസ് വാട്ട് ഈസ് ഗിവൺ. നിങ്ങൾക്ക് കിട്ടിയതാണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്
2 പ്രാവശ്യം ഉറപ്പാക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 14 വാക്യം കണ്ടോ, ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തു. 17 വാക്യത്തിൽ പറഞ്ഞു നിൻ്റെ വചനം കൊടുത്തത് എന്തുകൊണ്ടാണ്? നിൻ്റെ വചനം സത്യമാകുന്നു. ഒൺലി യുവർ വേർഡ് ഈസ് ട്രൂത്ത്. എൻ്റെ വചനമൊന്നും അത്ര സത്യമല്ല, എന്നാൽ നിൻ്റെ വചനം സത്യമാകുന്നു. ആ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവം വെളിപ്പെടുത്തിയതാണ്. ദൈവം പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അങ്ങനെ കൊടുത്തതിൻ്റെ ഗുണം എന്താണ്? 6 വാക്യം. കൊടുത്തതിൻ്റെ ഗുണം എന്തായിരുന്നു? അവർ നിൻ്റെ വചനം പ്രമാണിക്കും. അതാണ് അടി വരച്ചേ. അവർ നിൻ്റെ വചനം. ആരാണ്? ദൈവം തന്നവർ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കൊടുത്തവർ. അല്ലാതെ എല്ലാവരും ഇതൊന്നും അനുസരിക്കാനും പ്രമാണിക്കാനൊന്നും പോകുന്നില്ല. അവർ നിൻ്റെ വചനം ആരാ പ്രമാണിക്കുന്നത്? ദൈവം എനിക്ക് തന്നവർ, എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ വചനം ഞാൻ കൊടുത്തവർ, നിൻ്റെ പ്രവൃത്തി നിന്നിൽ നിന്ന് പ്രാപിച്ച് ഞാൻ തികച്ചത്. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പുസ്തകം ഉടനീളം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷ കാണുകയും ആ ശുശ്രൂഷ നമ്മളും ചെയ്യുവാനായിട്ട് പ്രാപ്തരാകുകയും വേണം. 20 വാക്യം വായിക്കാം. ഇനി നമ്മുടെ മിനിസ്ട്രി എന്താണെന്ന് അറിയാനായിട്ട് 20 വാക്യം. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ശുശ്രൂഷിക്കാൻ പോവുകയാണ് കേട്ടോ. 18 വാക്യം കൂടെ വായിച്ചാൽ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇനി നമ്മുടെ വചനമാണ് അവർ കേൾക്കാനുള്ളത്. അതാണ് നമ്മൾ 20 വായിച്ചത്. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ. അപ്പോൾ നമ്മുടെ മോഡൽ എന്താ? നമ്മുടെ വചനത്താൽ വിശ്വസിക്കാനിരിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ദൈവം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വചനം കൊടുക്കണം? നമ്മൾ എന്ത് പ്രവർത്തിക്കണം? യേശു ചെയ്തതുപോലെ നീ എനിക്ക് തന്ന പ്രവൃത്തി, നീ എനിക്ക് തന്ന കണക്റ്റഡ് ആകുന്നുണ്ടോ? ആർ യു ഹുക്ഡ്? കണക്റ്റഡ് ആകുന്നുണ്ടോ? നീ എനിക്ക് തന്ന പ്രവൃത്തി, നീ എനിക്ക് തന്ന വചനം, അത് നമ്മൾ കൊടുത്താൽ നമ്മൾ വഴി ദൈവത്തെ അറിയാൻ ദൈവം ആഗ്രഹിച്ചിട്ടുള്ള ആളുകൾ, നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്ക് ചിലരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ടെന്ന്, ആ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. 20ഉം 18ഉം പറഞ്ഞത് നമ്മുടെ ദൗത്യത്തെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ദൗത്യമാണല്ലോ നമ്മുടെ മോഡൽ, അല്ലേ? യേശുവിൻ്റെ ദൗത്യമല്ലേ നമ്മുടെ മോഡൽ. അപ്പോൾ യേശുവിൻ്റെ മോഡൽ എന്തായിരുന്നു? നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ ചെയ്തു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നമ്മൾ അതിന് വായിച്ച വാക്യം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും 8-ാം വാക്യവും. എയും ബിയുമായിട്ട് വെച്ചാൽ മതി. 2 പോയിൻ്റ് ഉണ്ട് അവിടെ. 1 നീ എനിക്ക് തന്ന പ്രവൃത്തി, 2 നീ എനിക്ക് തന്ന വചനം. ഇതാണ് ഞാൻ കൊടുത്തത്, ഇതാണ് ഞാൻ പ്രവർത്തിച്ചത്. അപ്പോൾ ഇനി നമ്മളെയും വിടുകയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ നമ്മളെ വിട്ടിരിക്കുക, നമ്മളെ ഓരോരുത്തരെയും വിടുകയാണ്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി എന്താ? നമ്മുടെ വചനത്താലും കുറേ പേര്, നമ്മുടെ പ്രവൃത്തിയാലും കുറേ പേര് ഈ ജീവനിലേക്ക് വരാനായിട്ട് ദൈവം കാണുന്നുണ്ട്. അല്ലെങ്കിൽ കർത്താവ് പോകുകയല്ലായിരുന്നല്ലോ. പോയപ്പോൾ ഈ ദൗത്യം ആരെ ഏൽപ്പിച്ചേക്കുന്നത്? നമ്മളെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നമ്മളെന്ത് ചെയ്യണം? യേശു ചെയ്തതുപോലെ ദൈവം തന്ന പ്രവൃത്തി, ദൈവം തന്ന വചനം. മെനക്കെടാ കേട്ടോ, അതിനാണ് നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഗോ ആൻഡ് പ്രേ. പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് പ്രവൃത്തിയും കാണിച്ചു തരും, വചനവും വെളിപ്പെടുത്തി തരും. ഇതാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് ആളുകളിലൊക്കെ ആകും. 26-ാം വാക്യം ഞാൻ അവരിലാകുവാൻ. ഈ തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ക്രൈസ്റ്റ് വിൽ ഗെറ്റ് ഇൻ ടു സെവറൽ പീപ്പിൾ. ഞാൻ അവരിൽ ആകുവാൻ, കർത്താവ് പലരിലേക്കും പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിന്നെ കർത്താവ് ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചു. 12-ാം വാക്യം അപ്പോൾ യേശു നമ്മളെ കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കും ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാക്കണം, സൂക്ഷിക്കണം. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നും കൂടി അറിയാൻ ആ വാക്യം മുഴുവൻ വായിക്കണം. 12-ാം വാക്യം ആദ്യം മുതൽ വായിച്ചായിട്ട്. അടുത്തത്,
എന്റെ സന്തോഷം അവർക്ക് പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. 15-ാം വാക്യം വായിക്കും, 15-ഉം 16-ഉം. അവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്ന്. അപ്പം നമ്മളുടെ ദൗത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാക്കുക. നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ദുഷ്ടം കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അവൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കണം. യേശു അങ്ങനെ ചെയ്തു, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാത്തു. അപ്പോൾ നമുക്ക് ഇതേ ഉത്തരവാദിത്വമുണ്ട്. ദാറ്റ് വി മസ്റ്റ് ടേക്ക് കെയർ ദാറ്റ് നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്ന ആളുകളെയൊക്കെ ആര് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്? കാരണം നമ്മളിങ്ങനെ സ്വാധീനം കൊടുക്കുമ്പോൾ വേറൊരു സ്വാധീനം അവരുടെ മുകളിൽ വന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പുള്ളും, ലോ ഓഫ് ഗ്രാവിറ്റേഷനും, നമ്മളൊരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ 2 ലോ അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എയറോപ്ലെയിനകത്ത് ഉണ്ടോ? നിലത്തിരിക്കുമ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പറന്നുയരുമ്പം ലോ ഓഫ് പ്രൊപ്പൽഷൻ. ഈ പ്രൊപ്പൽഷൻ ലോ അതിനെ പൊക്കിക്കൊണ്ട് പോകുമ്പോഴും ഗ്രാവിറ്റേഷൻ ഉണ്ടോ? ഉണ്ട്. കാരണം അവിടെ വെച്ച് എൻജിൻ ഓഫായി പോയാൽ ചന്ദ്രനിലേക്ക് പോകുകയില്ല, ഭൂമിയിലേക്ക് തന്നെ താഴേക്കേ വരുള്ളൂ. സോ ഈ 2 ലോയും നമ്മളെ സ്വാധീനം ചെലുത്തുന്ന പോലെ തന്നെ അങ്ങേപ്പുറത്ത് ആരും സ്വാധീനം ചെലുത്തുന്നുണ്ട്? ദുഷ്ടൻ. അപ്പോൾ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മൾ അവർക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ദൈവസന്നിധിയിൽ കൊണ്ട് എത്തിക്കുവാനൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. യേശു അങ്ങനെ പറഞ്ഞത്, എനിക്കുള്ളവരെ ഞാൻ നിൻ്റെ നാമത്തിൽ കാത്തു, ദുഷ്ടൻ അവരെ തൊടാതെ വണ്ണം ഞാൻ അവരെ കാത്തു. ഇത് നമ്മുടെയും ദൗത്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ സൂക്ഷിച്ചെന്ന് പറഞ്ഞു. എവിടുന്നാണ് സൂക്ഷിക്കുന്നത്? 16-ാം വാക്യം. ഈ ലോകത്തിൽ വരുന്ന കാര്യങ്ങൾ ബാധിക്കാതിരിക്കാൻ അവരെ സൂക്ഷിക്കണം. സൂക്ഷ്മത ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ ഏൽക്കാതിരിക്കാനും, കാത്തത് ദുഷ്ടൻ അവരെ കാത്തു സൂക്ഷിച്ചു എന്ന് നമ്മൾ പറയുകയല്ലേ? കാത്തു സൂക്ഷിച്ചു അല്ലേ? പലതും ഞാൻ കാത്തു സൂക്ഷിച്ച് വെച്ചതായിരുന്നു, പക്ഷേ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ കാക്കുകയും വേണം, സൂക്ഷിക്കുകയും വേണം. കാക്കുന്നത് ദുഷ്ടൻ തൊടാതിരിക്കുവാൻ, സൂക്ഷിക്കുന്നത് ലോകം അകത്ത് കയറാതിരിക്കാൻ. കാരണം നമ്മളെ അപകടത്തിലാക്കുന്നത് ഈ 2 സാധനങ്ങളാണ്. അതുകൊണ്ടല്ലേ വിശ്വാസിയുടെ ശത്രു ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ശ്വാസം നമ്മൾ പറയും, ലോകം ജഡം പിശാച് അല്ലേ? ലോകം ജഡാകത്ത് തന്നെ ഇരിപ്പുണ്ട്, ലോകം പുറത്തുണ്ട്, പിശാചും പുറത്തുണ്ട്. അപ്പം ഈ ലോകം, പിശാച്, ഇത് 2 നമ്മളെ ഉപദ്രവിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു വർക്കിലേക്കാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും പറഞ്ഞില്ല, കാരണം ക്ലാസ്സിൽ ഇതൊരു മുഖവുര പോലെ വന്നതാണ്. ശരിക്കും പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ്ഡായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ ഇപ്പം അങ്ങ് പറഞ്ഞങ്ങ് തീർക്കാം. 11-ാം വാക്യം. ഈ ഒരു മുഖവരി ഉണ്ടെങ്കിലേ ഇനിയത്തെ കാര്യം മനസ്സിലാവുകയുള്ളൂ. 11-ാം വാക്യം. അത് 11, 21, 23 വാക്യങ്ങൾ വായിച്ചാൽ, അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. യേശു പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊക്കെ ഒന്ന് നിത്യജീവനിലേക്ക് വന്ന ആളുകൾ എങ്ങനെയാകണം? ഒന്നാകണം, ഐക്യത്തിൽ തികഞ്ഞവരാകണം. എന്നാൽ അത് നടക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണല്ലോ ഇന്ന് ഇതുവരെ നടക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. വൈ? ഈ ഐക്യത്തിൽ തികഞ്ഞവരും ഒന്നും ആകണമെങ്കിൽ വി നീഡ് ഹ്യൂമിലിറ്റി. നമുക്ക് എന്ത് വേണം? താഴ്മ വേണം. അതാ യേശു ആദ്യം താഴ്മ പഠിപ്പിച്ചത്. അപ്പോൾ ഇവരെ താഴ്മ പഠിപ്പിച്ചേച്ച് പ്രാർത്ഥിക്കുകയാണ്, ഇവരെ ആ താഴ്മ ആചരിക്കാൻ ഒന്ന് ഉത്സാഹിപ്പിക്കണമേ, ഐക്യത്തിൽ തികഞ്ഞവരാക്കുക, ഒന്നായി ചേരുക. കീപ് ദം യുണൈറ്റഡ്. ആൻഡ് ഫോർ കീപ്പിംഗ് അസ് യുണൈറ്റഡ് വി നീഡ് ഹ്യൂമിലിറ്റി. അല്ലേ? ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണം, ശാഠ്യത്താലും ദുരഭിമാനത്താലും. അപ്പോൾ നമുക്ക് ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ ഈ കാര്യം നടക്കുകയുള്ളൂ. 2, 17-ാം വാക്യം, 17ഉം 19ഉം. സോ ദ സെക്കൻഡ് തിങ് ജീസസ് പ്രേഡ് ഈസ്, അവരെ എന്ത് ചെയ്യണം? സാങ്ക്ടിഫൈ ദം. നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഹ്യൂമിലിറ്റി കഴിഞ്ഞിട്ട് എന്ത് വേണമെന്നാണ് പഠിച്ചത്? വിശുദ്ധി വേണമെന്നാണ്. ഇപ്പോൾ പറഞ്ഞു അവരെ വിശുദ്ധീകരിക്കണം. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കത്തില്ല. അതിനാണ് വചനം തന്നത്. വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണം. നിൻ്റെ വചനം സത്യം. 19-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കാം. സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകണമെങ്കിൽ വചനം നമ്മളിൽ
വർക്ക് ചെയ്യണം. 21 വാക്യം 21. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ ഉം. അവരെല്ലാവരും ഒന്നാകേണ്ടതിന് ഉം. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ ഉം. അവരും തമ്മിലാകേണ്ടതിന് അതാണ് നേരത്തെ പിന്നെ നമ്മൾ പഠിച്ചത് അബൈഡ്, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും. അത് നേരത്തെ പഠിച്ചത് ഓർക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ദൈവത്തിൽ വസിക്കണം, ദൈവം നമ്മിൽ വസിക്കണം. അതിന് സ്നേഹമാണ് ആവശ്യം. ദൈവത്തോട് സ്നേഹം, മനുഷ്യരോട് സ്നേഹം. അപ്പോൾ യേശു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും പ്രവൃത്തിപഥത്തിൽ വരാൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. താഴ്മയുള്ളവരാകണം, വിശുദ്ധിയുള്ളവരാകണം, സ്നേഹമുള്ളവരാകണം. ഒരു കാര്യം കൂടി പറയാം, 24 വാക്യം, ഈ സെഷൻ അവസാനിപ്പിക്കാൻ. 24 വാക്യം. പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുന്നേ ഉം. എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് ഉം. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഉം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഫൈനലായിട്ട് പിതാവിനോട് പുത്രൻ പറഞ്ഞ കാര്യം, പുത്രൻ ഇരിക്കുന്നിടത്ത് നമ്മളെയും ഇരുത്തണം, നമ്മളെയും അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. എങ്കിലേ അതല്ലേ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടുവന്ന് ഇരുത്താം, അതിനുവേണ്ടി നിങ്ങളെ തയ്യാറാക്കാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാം, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാകാൻ വേണ്ടിയാണ് യേശു എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ചത്. നമുക്ക് താഴ്മ വേണം, വിശുദ്ധി വേണം, സ്നേഹം വേണം, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഒരു നിറവും പ്രിപ്പറേഷനും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഐക്യത്തിൽ തികഞ്ഞവർ, നമ്മൾ ഒന്നായി തീരും, നമ്മൾ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകും, നാം എപ്പോഴും ദൈവത്തിൽ വസിക്കുന്നവരാകും. ഫൈനലി നാം അവൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീരും. സോ ദിസ് ഈസ് വാട്ട് ജീസസ് ടോട്ട്. ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇൻഡെപ്ത് അല്ലെങ്കിലും എനിക്ക് പല മേഖലകളും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ആകാമല്ലോ. അപ്പോൾ ഈ ക്രാഷ് കോഴ്സാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവരെ, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, എന്നെ പിതാവ് ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് നമ്മളെ അങ്ങനെ അയച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഈ നിലകളിലൊക്കെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് ഈ വേലയിൽ ഏറ്റവും പ്രയോജനകരമായിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്കൊരു നിമിഷം നമ്മുടെ തലകൾ വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് അവിടുന്ന് തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് താഴ്മയുള്ളവരും വിശുദ്ധിയുള്ളവരും തമ്മിൽ കർത്താവെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരും, കർത്താവ് നീ ഞങ്ങളെ ലോകത്തിലേക്ക് അയച്ചതാണെന്നുള്ള ഓർമ്മയിൽ ദൈവത്തെ കൂടുതൽ അടുത്ത് അറിയുന്നവരും, നിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരും, കർത്താവ് നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം, നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന വചനം മറ്റുള്ളവരോട് പറഞ്ഞ് അനേകരെ തേജസ്സിലേക്ക് നയിക്കുന്ന രക്ഷാനായകൻ്റെ പിന്നാലെ വന്ന് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ നിർവഹിപ്പാൻ തക്ക വേണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ ഹൃദയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിട്ട് വരുന്ന ദിവസങ്ങൾ കർത്താവ് ഒരു പ്രാർത്ഥനാ ജീവിതവും വചന പഠനവും നിൻ്റെ മാതൃകയും ഉള്ളവരായി തീരുവാനായിട്ട് ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.